മദ്ഹബിന്റെ കിതാബുകളിലുള്ളതും ഇമാമുന ശാഫിഈ ആ 4 കൊല്ലത്തിന്റെ അടുത്ത് എഴുതി എന്ന് പറഞ്ഞാൽ ആ ഇമാമുന ശാഫിഈ ആരാണെന്നും എന്ത് സവിശേഷ സിദ്ധിയാണ് അല്ലാഹു തആല മഹാനർക്ക് കനിഞ്ഞേകിയിട്ടുള്ളതെന്നും എവിടെ നിന്നാണ് മഹാനർ ഇതെല്ലാം കണ്ടെത്തിയതെന്നും ഒന്ന് ചിന്തിക്കുവാൻ സാധാരണക്കാർക്ക് പറ്റും. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ 113 ഗ്രന്ഥങ്ങൾ തന്റെ ആയുഷ്കാലത്തിനിടയ്ക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അറബി വ്യാകരണത്തിലും അറബ് ശാസ്ത്രത്തിലും കാണാം. ഇസ്ലാമികവും അനിസ്ലാമികവുമായ ജാഹിലിയത്തിന്റെയും കവിതകൾ കാണാം. എല്ലാ ഫന്നുകളിലും കാണാം. ഹദീസിലും ഫിഖ്ഹിലും കാണാം. 113 ഗ്രന്ഥങ്ങൾ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ തന്റെ ആയുഷ്കാലത്തിനിടക്കുണ്ടാക്കുകയും സകല കലാവല്ലഭന്മാരായ ശാഫിഈ മദ്ഹബിന്റെ ഉലമാക്കൾക്കും മങ്ങ് മറിച്ചു നോക്കിയിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന വിധം വിശദമായിട്ട് ശാഫിഈ മദ്ഹബ് 4 കൊല്ലം കൊണ്ട് ക്രോഡീകരിക്കുകയും ചെയ്ത ആ ഇമാമുന ശാഫിഈ തന്റെ ഏറ്റവും തെളിഞ്ഞ ബുദ്ധി കൊണ്ട്, സവിശേഷ ബുദ്ധി കൊണ്ട്, കറാമത്തായി അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട്, ജന്മസിദ്ധമായി അമ്മിഞ്ഞപ്പാലിലൂടെ തനിക്ക് അല്ലാഹു കനിഞ്ഞു നൽകിയിരിക്കുന്ന പ്രസവത്തിന്റെ നാരികളിലൂടെ തനിക്ക് അല്ലാഹു കനിഞ്ഞേകിയിരിക്കുന്ന പാരമ്പര്യം കൊണ്ട് അറബി ഭാഷയുടെ വിശാരദനായി മാറിയ ഇമാമുന ശാഫിഈ, തന്റെ ഭാഷാ പാഠവും കൊണ്ട് പഠിച്ചിരിക്കുന്ന ഇമാമുന ശാഫിഈ, ആ ശാഫിഈ റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്ത ഹദീസാൻ ലാ തംനഉ നിസാഅകുൽ മസാജിദ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് ലാ തംനഉ നിസാഅകും ഹുദൂദഹുന്ന മിനൽ മസാജിദി എന്നൊക്കെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മുഴുക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്ന കാലത്ത് താൻ മനസ്സിലാക്കാത്ത ആശയം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന മദ്ഹബിന്റെ ഇമാമുകളും ഈ ഹദീസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുമുണ്ട്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങളും ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിവേദനം ചെയ്തു കൊടുത്ത ഇമാം മാലിക്കിന്റെ മദ്ഹബും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകൽ ജുമുഅ ജമാഅത്തിന് കറാഹത്താണെന്നാണ്. ഈ ഹദീസ് വളരെയധികം റിപ്പോർട്ട് ചെയ്ത ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവും ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളും തന്റെ മദ്ഹബ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കൽ, പുരുഷന്മാരുടെ ജുമുഅ ജമാഅത്തിന് ഹുദൂർ കറാഹത്താണെന്നാണ്. പുണ്യമില്ല, വീട്ടിലിരുന്ന് നിസ്കരിക്കുന്നതിനാ പുണ്യമെന്ന് മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ മദീനക്കാരുടെ പ്രവർത്തനം ദീനിന്റെ അകത്തൊരു ഹുജ്ജത്താണെന്ന് പറയുന്ന ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനത്തെ മസ്ജിദ് നബവിയിലേക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പോയിരുന്നു, നിരന്തരം ഇന്നും അത് തുടരുന്നു എന്ന് വാദിക്കുന്ന മുജാഹിദേ ജമാഅത്തെ, ഇത് കണ്ടനുഭവിച്ചിട്ടുള്ള വർഷങ്ങളോളം അവിടെ ഇന്ന് ദർസ് നടത്തിയിട്ടുള്ള ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മദീനത്തെ മണ്ണിൽ ഞാനൊരൊട്ടകത്തിന്റെ പുറത്ത് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ തനിക്ക് ഹദിയായി വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ പ്രിയ ശിഷ്യന്മാർക്ക് വാരിക്കോരി കൊടുക്കാൻ ഉദാരത കാണിച്ച ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വായിക്കാൻ താവുതുമില്ലാതെ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു ഒതുണ്ടാക്കി തന്റെ ഏറ്റവും മുന്തിയ വസ്ത്രമണിഞ്ഞിട്ട് അത്ര പൂശി മാത്രം ഇരുന്നിട്ട് മദീനത്തെ പള്ളിയിൽ റസൂലിന്റെ അവിടുത്തെ ഹദറത്തിന്റെ ചാര ഇരുന്നിട്ട് ദർശനം നടത്തിയിരുന്ന ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ ഈ ഹദീസിന് നിവേദനം ചെയ്തുകൊണ്ടുള്ള ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദ്ഹബും താൻ വിവരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരുടെ ജുമുഅ ജമാഅത്തുകളിൽ പള്ളികളിൽ സംബന്ധിക്കൽ കറാഹത്താൻ, അതില്ലാതെ വീടിന്റെ അകത്ത് നിസ്കരിക്കുന്നതാണ് അവർക്ക് ആഖിറത്തിൽ പുണ്യം കിട്ടുന്ന ഇടപാട്. ഇത് സാധാരണക്കാരായ മനസ്സിൽ വളരെയധികം പിടിക്കൊള്ളേണ്ടതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. സാധാരണ ഒരു ഹദീസ് അപ്പുറത്ത് നിന്ന് ഓതുക, നമ്മളൊരു ഹദീസ് മറിച്ചു ഓതുക, പിന്നെ ഒന്നൊരു ഹദീസ് ഓതുക, വീണ്ടും നമ്മളൊരു ഹദീസ് ഓതുക എന്ന പരുവത്തിലെത്തിയാൽ സാധാരണക്കാരൻ കുഴയും. ആരാണ് ഈ ഹദീസിന്റെ റാവിയെന്നും ആരാണിത് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തതെന്നും ആരൊക്കെയാണ് ഇത് ചർച്ച നടത്തിയതെന്നും ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇമാമുകൾ ആരെല്ലാമാണെന്നും മനസ്സിലാക്കിയിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ആശയങ്ങൾ പുതുതായി ചണ്ടിയിൽ നിന്ന് വലിച്ചൂരാൻ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ ഹദീസിനെ പറയുകയല്ല, വലിച്ചൂരിയിട്ട് ആശയം കടഞ്ഞെടുത്തിട്ടുള്ള പദത്തെയാണ് ഞാൻ പറയുന്നത്. കുറിച്ചിട്ടുള്ള ചിത്രം അച്ചടി മഷിണ്ടല്ലോ, നിങ്ങളുടെ പ്രസ്സിൽ നിന്ന് പൊഴിയുന്ന മഷി, ആ മഷിയിൽ നിന്ന് നോക്കിയിട്ട് അത് മാത്രമല്ലേ സഹോദര എന്റെയും നിന്റെയും മാനദണ്ഡം, മൊഴിയല്ല, വിശ്വസ്തരല്ല, കേവലം ഏതെങ്കിലും പ്രസ്സിൽ നിന്ന് വന്ന മഷി,
അമ്മശിയിൽ ഏതോ ഒന്ന് തെറ്റിയതല്ലേ? ഇബ്നു ഹസ്മ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ലോകത്തൊരു പണ്ഡിതനും പറയാത്തത് പറയാൻ അബൂദാവൂദിന്റെ മേല് റസൂലുള്ളാന്റെ മേല് ഹദീസ് വെച്ച് കെട്ടാൻ തയ്യാറായത് മഷി വെച്ചിട്ടല്ലേ? അത്തരം മഷികൾ മാത്രം കണ്ടിട്ട് അതിൽ നിന്ന് വലിച്ചൂരി സത്തയെടുക്കാൻ ഇനിയും പറ്റുമെന്നുള്ള ചിന്ത എത്ര വില കുറഞ്ഞ ചിന്തയാണ്, എത്ര പരമമോശമാണ്. ആ മോശപ്പെട്ട ചിന്തയിൽ നിന്നൊരൽപ്പം ഉയരരുതോ? കുറച്ചൊന്ന് ഉയരാലോ, ലേശം ഉയരാ. അവിടെയാണ് നമ്മുടെ പണ്ഡിതന്മാർ എത്തി നിൽക്കുന്നത്. എൽമു കൂടുന്തോറും ലേശം ഉയരും. അങ്ങനെ ഉയർന്ന പണ്ഡിതന്മാരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുക്കെ. ഞാൻ വെറുതെ പറയുന്നില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസ് നീണ്ട 1, 2, 3, 4 പേജുകൾ മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ ചർച്ച ചെയ്തിട്ടുള്ള ആ ഭാഗം മാത്രം ഇഖ്തിലാഫുൽ ഹദീസിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. ഇമാമുൽ ശാഫിഈ തങ്ങളുടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ നിന്ന് ആ ഭാഗം ചർച്ച ചെയ്യുന്ന പേജുകൾ മാത്രം വലിച്ചു കൊണ്ടുവന്നത്. ഈ പേജിൽ ഇവർ ഈ ഓതുന്ന ഹദീസിനെ ഇമാമുൽ ശാഫിഈ തങ്ങൾ തന്റെ കാലത്തുള്ള താബിഈങ്ങളുമായ മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് ചർവണം നടത്തി പരിചിന്തനം നടത്തിയിട്ടുള്ള ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്തിട്ട് വിഷയം പഠിപ്പിക്കുക. ഈ ചർച്ച ഈ ഹദീസില് ഇത് സുന്നികൾ കാണാതെ പോയതല്ല, ഹദീസ് ആരും പഠിക്കാനിട്ടുമല്ല. നിങ്ങൾ ഈ ഓതുന്ന ആയിരക്കണക്കിന് ഹദീസുകൾ, അതിലപ്പുറം ഹദീസുകളും മനപ്പാടമുള്ളവരാണ് നമ്മുടെ ഇമാമുകൾ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവർ മനപ്പാടമാക്കിയ ഹദീസിൽ നിന്ന് കേവലം വളരെ കുറഞ്ഞ ഹദീസുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, ലഭ്യമുള്ളൂ നമുക്ക്. എന്നിട്ട് ആ ഹദീസുകളിട്ട് വളമ്പിയിട്ടാണ് ഇവരൊക്കെ കാണാത്തത് നമ്മൾ കാണുന്നത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചർച്ച, അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിന്ന് നോക്കിയിട്ട് മഹാനുൽ തുടങ്ങുന്നത് നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയില്ല. حدثنا الربيع قال الشافعي أخبرنا بعض أهل العلم عن محمد بن عمرو بن علقمة عن أبي سلمة عن أبي هريرة رضي الله عنه. എത്ര എളുപ്പം! ഇന്നൊരു മുജാഹിദ് സനദ് വായിക്കുകയാണെങ്കിൽ എത്ര വായിക്കണോ? നമ്മളെ മറ്റു കിതാബിൽ സനദ് വായിക്കുകയാണെങ്കിൽ എത്ര വായിക്കണോ? അൻ അബീ ഹുറൈറത വേഗത്തി അബീ ഹുറൈറ തങ്ങൾ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് വഇദാ ഖറജ്ന ഫൽയഖ്റുജ്ന തഫിലാത്ത്. ഇമാമുന ശാഫിഈ തങ്ങൾ തന്റെ ഗുരുവര്യന്മാരിൽ നിന്ന് ലഭിക്കുന്നതായ സനദ് വഴിയിട്ട് വിവരിക്കുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞു ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. എപ്പോഴും കേട്ടിട്ട് സാധാരണക്കാരന് പോലും മനപ്പാടമായ ഹദീസല്ലേ, അള്ളാന്റെ പള്ളികളെ അള്ളാന്റെ അടിയെത്തിയേക്ക് നിങ്ങൾ തടയരുത് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസ്. വല്ലഖ്റുജ്ന വഇദാ ഖറജ്ന ഫൽയഖ്റുജ്ന തഫിലാത്ത്. എങ്ങാനും പുറപ്പെടുന്നെങ്കിൽ അവർ തെഫിലാത്തായിട്ട് പുറപ്പെടട്ടെ. ഹദീസ് വായിക്കണോ, അതിന്റെ ആശയം ചിന്തിക്കണോ? അള്ളാന്റെ റസൂല് പറഞ്ഞ തെഫിലാത്തായിട്ട് പുറപ്പെടട്ടെ എന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാമുന ശാഫിഈ പറയുന്നു, റബീഇ എന്ന ശിഷ്യൻ അതിന്റെ അർത്ഥം വിവരിക്കുന്നതും പറഞ്ഞിട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നു, വഹാദാ ഹദീസുൻ കല്ലംനാ ഫീഹി ജമാഅത്തൻ മിനന്നാസ്. ഇത് സാധാ ഹദീസല്ല, ഇതൊരു ഹദീസാണ്. ഈ ഹദീസിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു സംഘം ജനങ്ങളോട്, പണ്ഡിതന്മാരോടാ പറയും. ജനവും നന്നാ അതുപോലെ സസ്തു കൂടിയിട്ട് സാധാരണക്കാരും മുത്താലിമീങ്ങളും ഒന്നല്ല. ഇമാം ഷാഫിഈ പറയുന്ന സർവ്വതം നടത്തിയിട്ടും വിചിന്തനം നടത്തിയിട്ടും പറയുന്നവരും ചർച്ചക്കെടുക്കണോലും ഷാഫി ഇമാമിനെ പോലെ കടക്കണോലല്ലേ. മഹാനര് പറഞ്ഞാൽ മനസ്സിലാക്കിയെങ്കിലും ചെയ്യുന്നവരാകണ്ടേ. അങ്ങനത്തെവരിൽപ്പെട്ട ഒരു പണ്ഡിത സംഘം ആളുകളോട് ഞാനിത് ചർച്ച ചെയ്തു. അത്തരം ഒരു ഹദീസാണ്. അവരെന്നോട് ഈ ഹദീസിന്റെ കാര്യത്തിൽ പറഞ്ഞത് വളരെ അങ്ങേയറ്റം വിശദീകരിക്കാൻ, അവരെ ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്തു പോയിട്ടുണ്ട്. അത്തരം വളരെ സുദീർഘമായൊരു ചർച്ച കൊണ്ട് ഞാൻ ഈ ഹദീസ് ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരൻ മനസ്സിലാക്കണോ ഈ ഹദീസ് കേവലം ഒരു ഹദീസാണ് മനസ്സിലാക്കരുത്. അപ്പോഴേ ഇവരെ ഹദീസിന്റെ ഈ ഹദീസ് പറയുന്നതിന്റെ ഗൗരവം നമുക്ക് തിരിയുള്ളൂ. അതാ നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ്. ഇത്രയും ചർച്ച ചെയ്ത ഹദീസ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നു, ഫകാന മിമ്മാ ഖാലു. എന്നോട് സംസാരിച്ചവർ പറഞ്ഞതിൽപ്പെട്ട ഒന്ന്, ലാഹിറു ഖൗലി റസൂലില്ലാഹി, അള്ളാന്റെ റസൂലിന്റെ വാക്കിന്റെ സാരം പ്രത്യക്ഷത്തിൽ ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, അന്നഹി അൻ മൻഇ ഇമാഇല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തുകൾ അള്ളാന്റെ പള്ളികൾ തടയുന്നതിനെ തൊട്ട് റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട് എന്നാണല്ലോ. വന്നഹി ഇൻദക അൻ നബിയ്യി തഹരീമുൻ, നഹി അള്ളാന്റെ റസൂല് ചെയ്താൽ ആ നഹി ഹറാമിനാണ്, അപ്പൊ തടയൽ ഹറാമാണ് എന്നാണല്ലോ ഇത് നിങ്ങളുടെ തത്വപ്രകാരം പഠിപ്പിക്കുന്നത് എന്നാണ് അവരെന്നോട് എല്ലാവരും പറഞ്ഞത്. ഇമാമുൽ ശാഫിഈന്റെ തത്വം വെച്ചിട്ട് ഇമാമുൽ ശാഫിഈനെ മലർത്തുന്നു അവർ.
ഇല്ലാ ബിദലാലത്തിൻ റസൂലില്ല അന്നഹു അറാദ ബിഹി ഗൈറ തഹ്രീം. ഹറാമല്ല അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചത് എന്ന് മറ്റൊരു തെളിവില്ലാത്തിടത്തോളം കാലം ഹറാമിനാണ് എന്നാണല്ലോ നിങ്ങളുടെ പ്രമാണം. വഹുവ ആമുൻ അലാ മസാജിദില്ല, ഈ പള്ളി എല്ലാ പള്ളിയും പെടുന്ന വാക്കല്ലേ. വല്ലാമു ഇൻദക അലാ ഉമൂമിഹി ഇല്ലാ ബിദലാലത്തിൻ അൻ നബിയ്യ ഔ ജമാഅത്തിൻ ലാ യുംകിനു ഫീഹിം ജഹ്റുൻ മാ ജാഅ അൻ നബിയ്യ അന്നഹു ഖാസ്. അത് ഖാസാണ്, ചില പ്രത്യേക പള്ളികളെ സംബന്ധിച്ചാണ് എന്ന് വ്യക്തമായി അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും വളരെ വ്യക്തമായി നിങ്ങൾ തെളിഞ്ഞാലല്ലാതെ ആമായി എല്ലാ പള്ളിയാണ് എന്ന് വന്നാൽ എല്ലാ പള്ളിയും പെടുമെന്നാണല്ലോ നിങ്ങളുടെ തത്വം. ഇതൊക്കെ ഇമാമന ഷാഫി തങ്ങളെ ഉസൂല. ആമിന് തന്നെയാണ്, ഖാസാണ് എന്ന് പറയാൻ വേറെ തെളിവാണോ? അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചതുകൊണ്ട് ഹറാമാനാ കിട്ടുക അല്ലെന്ന് പറയാൻ വേറെ തെളിവാണോ? ഇത് വെച്ചവരെന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് ഈ ഹദീസിന്റെ കാര്യത്തിൽ ചോദിച്ചു. അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഫമാ തഖൂലു ഫീ ഹാദൽ ഹദീസ് യാ ഹുവ ആമുൻ, ഈ ഹദീസിൽ എല്ലാ പള്ളിയും പെടുവോ, ഒരു പള്ളിയിലേക്കും തടയാൻ പാടില്ല എന്ന് പെടുവോ എന്ന് ചോദിച്ചു. അതല്ല ഖാസാണോ എങ്കിൽ ആ പ്രത്യേക പള്ളിയിൽ മാത്രം തടയലേ ഹറാമുള്ളൂ എന്ന് കിട്ടൂ, എങ്ങനെയാന്ന് ചോദിച്ചു. സുദീർഘമായി നോക്കിയപ്പോ രണ്ടാമൊന്നും നിങ്ങൾ പറയാതെ കഴിയില്ല എന്നവർ പറഞ്ഞപ്പോ കുൽത്തു, ഞാൻ പറഞ്ഞു ബൽ ഖാസുൻ, എന്തേ ആ പള്ളി എന്റെ അടുക്കൽ ഖാസായ ഒരു പള്ളിയാ, എല്ലാ പള്ളിയല്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ ഒരു ചർച്ച നോക്കൂ. ഞാൻ കേവലം ഇമാം ഷാഫിഈ തങ്ങളുടെ അഭിമതത്തിന്റെ മേൽ നിങ്ങളെയൊക്കെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹിച്ച് പറയല്ല. ഈ ഹദീസ് ചർച്ച ചെയ്യുന്ന രൂപവും ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്ന ശൈലിയും അവർ എത്രമാത്രം ഗാഢമായി ചിന്തിച്ച് ചർച്ച ചെയ്തുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഷാഫിഈ തങ്ങളുടെ കാലത്ത് നടന്ന ചർച്ചയും വിവരിക്കാൻ വേണ്ടി ഉദ്ധരിക്കുക. ഇമാം ഷാഫിഈ പറഞ്ഞു, പ്രത്യേക പള്ളി മാത്രമാണ് ആ തടയുന്നത് എന്ന് പറയാതെ പറ്റില്ല, എല്ലാ പള്ളിയല്ല. വളരെ വ്യക്തമായി സുദീർഘമായി ചർച്ച നീളുക. ആ ചർച്ച നീണ്ടിട്ട് മഹാനര് പറഞ്ഞുപോയത്, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഹജ്ജ് നിർബന്ധമാകുമ്പോൾ ആ നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ത്വവാഫിന് പോകുമ്പോൾ പെണ്ണുങ്ങൾ കടക്കൽ അനിവാര്യമാകുന്ന മസ്ജിദുൽ ഹറാമാണ് പള്ളി. അങ്ങോട്ട് തടയലേ ഹറാമാകൂ, അങ്ങോട്ട് പെണ്ണുങ്ങൾ പോകുന്നത് ഹജ്ജിന് പെണ്ണ് പോകാൻ പാടില്ല എന്ന് സുന്നികൾ പറഞ്ഞാലേ ഹറാമനെ ശബ്ദിച്ചവരാകൂന്ന ഇമാമന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ, ഫറളായ ഹജ്ജിന് വേണ്ടി പോകൽ അനിവാര്യമായ പള്ളിയിലേക്ക് പോകൽ തടഞ്ഞാൽ ഹറാമാണ്, അല്ലാത്തവർക്കൊന്നും ഹറാമില്ല തടയൽ. ഇമാം ഷാഫിഈ വിവരിക്കാം. ഇത് വളരെ പേജുകൾ നീളുന്നുണ്ട്, ഞാനിത് വായിച്ച് മഷ്പിക്കല്ല. ഖാല ഷാഫിഈ ഫഖാല ആമ്മത്തു മൻ ഹളറ, അപ്പൊ എന്റെ സദസ്സിൽ കൂടിയ എല്ലാ ആലിമീങ്ങളും പറഞ്ഞു, ഹാദാ കമാ ഖുൽ, ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ സമ്മതിക്കേണ്ടി വന്നു. മക്കത്തെ പള്ളി മസ്ജിദുൽ ഹറാം തടയാൻ പാടില്ല എന്നാ ഹദീസിന്റെ സാരം എന്ന് സമ്മതിക്കേണ്ടി വന്നു നിങ്ങളുടെ സമർത്ഥനം കൊണ്ട്. അള്ളാന്റെ ഏതെങ്കിലും മറ്റൊരു പള്ളിയിലേക്ക് പോകുന്നത് ഒരാൾക്കും ഒരു കാലത്തും തടയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കാര്യകാരണ സഹിതം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തുണ്ട്. അത് തെളിയിച്ച സ്ഥിതിക്ക് അങ്ങനെ വളരെ വ്യക്തമായി. അതൊക്കെ നമ്മളെ എ.പി. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർ തുറന്ന വെല്ലുവിളി സ്വീകരിക്കുമെങ്കിൽ നമുക്ക് ശരിക്കും ചർച്ച ചെയ്യാം. കിതാബിലുണ്ടല്ലോ ചർച്ച ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഉരുട്ടിക്കളിക്കല്ല, സദസ്സ് മുഷിയണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പോരുക. അതുകൊണ്ട് വ്യക്തമായി. ഇനി വഖദ് ബഖിയഅലൈക അൻ തുസ്അല, നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കുണ്ട്, മറുപടി തരാനുള്ള ഒരു ബാധ്യത നിങ്ങളുടെ മേൽ അവശേഷിക്കുന്നു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഫഖദ് അലിംനാ അന്നഹു ഖാസ്, ഒരു പ്രത്യേക പള്ളിയാണ് എന്ന് പറഞ്ഞല്ലോ. ഫഅയ്യുൽ മസാജിദ് ലാ യജൂസു ലഹു അൻ യംനഅഹു ഇമാ അല്ലാഹ്, അള്ളാന്റെ പള്ളികളെ തടയാൻ പാടില്ലാത്ത മസ്ജിദ് എന്ന് പറഞ്ഞ ആ പള്ളി ഇനി ഏതാണ് എന്ന് പറയണം. ഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ലാ യജൂസു ലഹു അൻ യംനഅഹാ മസ്ജിദല്ലാഹിൽ ഹറാം ലിഫരീദത്തിൽ ഹജ്ജ്, ഫർളാക്കപ്പെട്ട ഹജ്ജ് ചെയ്യാനാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിൽ ആ പെണ്ണിനെ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടയാൻ പാടില്ല എന്നാ ഹദീസിന്റെ സാരം എന്ന് വെക്കുകയല്ലാതെ ഗത്യന്തരമില്ല. വലഹു അൻ യംനഅഹാ മിൻഹു തതവ്വുഅൻ, സുന്നത്തായ ഹജ്ജിന് പോകുകയാണെങ്കിൽ ആ പെണ്ണിനെ മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയാം. സുന്നത്തായ ഹജ്ജിനാണ് പെണ്ണ് പോകുന്നതെങ്കിൽ പുരുഷന് മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയാം. തനിക്ക് ഫർളാക്കപ്പെട്ട ഹജ്ജിന് പോകുന്നുവെങ്കിൽ ആ ഹജ്ജിനെ തൊട്ട് മസ്ജിദുൽ ഹറാമിനെ തൊട്ട് മാത്രം തടഞ്ഞുകൂടാന്ന ഹദീസിന്റെ അർത്ഥം. വമിനൽ മസാജിദി വൈരിഹി, മസ്ജിദുൽ ഹറാം അല്ലാത്ത മക്കത്തെ പള്ളിയല്ലാത്ത മറ്റെല്ലാ പള്ളികളെ തൊട്ടും പെണ്ണിനെ തടയാം എന്നാണ് ഹദീസിന്റെ അർത്ഥം എന്ന് ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു.
ഖാല ഫമാ ദല്ല അലാ മാ ഖുൽത, നിങ്ങൾ ഈ പറഞ്ഞത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അതിനെന്താ തെളിവ് എന്ന് അവരെന്നോട് ചോദിച്ചു. ഖുൽതു, ഞാൻ അതിന് തെളിവ് പറഞ്ഞു. വളരെ വിസ്തൃതമായിട്ട് മൂപ്പര് തെളിവ് പറയാതെ പോകുന്നല്ല. ഇമാം ഷാഫിഈ ഇവരെ പോലത്തെ പണ്ഡിതനൊന്നുമല്ല. ഇമാം ഷാഫിഈ വളരെ വിശദമായി തെളിയിക്കുന്നുണ്ട്. ആ തെളിവെല്ലാം തെളിയിച്ചിട്ട് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകുന്നത് അവരുടെ ഭർത്താക്കന്മാരോ ഭരണാധികാരികളോ അത് ശരിയല്ലെന്ന് പണ്ഡിതന്മാർ വാചകം ഒഴിഞ്ഞിട്ടോ ആവശ്യമെങ്കിൽ തടഞ്ഞുപോയാൽ ആ തടയൽ ഹറാമല്ല എന്ന് സമർത്ഥിച്ച ശേഷം, ഹറാം എന്ന അർത്ഥത്തിലാണ് തടയരുതെന്ന് പറഞ്ഞതെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നത് മാത്രമാണ് ഹറാമാണ് തടയൽ എന്ന അർത്ഥകൽപ്പന നടത്തേണ്ടതെന്ന് സമർത്ഥിച്ച ശേഷം, പേജുകൾ ചെലവഴിക്കുന്ന ഇബാറത്തുകൾ കൊണ്ട് ഇത് സമർത്ഥിച്ച ശേഷം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ വിവരിക്കുന്നു, എന്തൊരു പുണ്യത്തിനാണ് പെണ്ണ് പള്ളിയിൽ പോകുന്നത്, എന്തൊരു പുണ്യമാണ് പെണ്ണിന് പള്ളിയിൽ പോയാൽ കിട്ടുന്നത്. അല്ലാഹു തആല വല്ല പുണ്യവും പെണ്ണിന് പള്ളിയിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിലാണ് നമ്മളെ വഖാബികൾക്ക് വല്ലാത്തൊരു ദേഷ്യം. പെണ്ണുങ്ങൾക്ക് അല്ലാഹു പള്ളിയിൽ പോകാതെ വെറുതെ ചുമ്മാ വീട്ടിന്റെ അകത്തിരുന്നാലും നമ്മളിലേറെ പുണ്യം കൊടുക്കുക. അതിലസൂയ. ഈ അസൂയ നമ്മക്കില്ലാത്ത ഇവിടെ കാര്യത്തിന്റെ കിടപ്പ് നമ്മൾ ആരാധനാ സ്വാതന്ത്ര്യം തടയല്ല. എല്ലാവരും ചിന്തിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു. അതിനാ സ്വാതന്ത്ര്യം പലരും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് പള്ളിയാന്തം വന്നപ്പോ നമ്മൾ തടഞ്ഞു എന്നറിയണ്ടേ? അതല്ലല്ലോ ഇവിടെ സംഭവം. പള്ളിയാന്തം തടഞ്ഞതല്ല. നിലവിൽ സാമൂഹികമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമ്പ്രദായം പെണ്ണുങ്ങൾ ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് പോകാതിരിക്കുന്നതാണ് മാത്രം പള്ളിയിൽ നിൽക്കുന്നതാണ്. ഈ സംവിധാനത്തിൽ തന്നെ പെണ്ണുങ്ങൾ അവരുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ അവർക്ക് നമ്മൾ നടന്ന് വിഷമിച്ചിട്ട് പള്ളിയിൽ ചെല്ലുന്നതിലേറെ പുണ്യം കിട്ടും. അതിനെന്താ നമുക്ക് ചെയ്തോ? അള്ള ആ രൂപത്തില് ആ പാവങ്ങളെ പറിച്ചിട്ടല്ലേ. ഇത് ചിന്തിക്കായിട്ട് നിങ്ങൾക്ക് തലച്ചോറില്ല. നമ്മക്കുള്ള സുഖങ്ങൾ പലതും ആ പെണ്ണുങ്ങൾക്കില്ല. അല്ലാഹു തആല മാസാന്തം ഹൈദ് എന്ന രക്തം കൊണ്ട് നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കാനും സംരക്ഷിക്കാനും വേണ്ടി രാത്രി ഉറക്കമടക്കുന്നത് മുഴുവൻ നമ്മളൊരച്ച രാത്രി എങ്ങാനും ഉറക്കമിളച്ച് വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നമ്മൾ ഉറങ്ങിയ ഉറക്കൊക്കെ എന്തൊരുറക്കാണ് എന്ന് നമ്മൾ വിലപിടിച്ചിട്ട് ആലോചിച്ചിട്ട് നിലവിളിച്ചു പോകും. നമ്മുടെ പെണ്ണുങ്ങളോട് നമുക്ക് വളരെ വലിയ സഹതാപം തോന്നിപ്പോകും. അവർ പറയുന്നത് മുഴുവൻ കേൾക്കുന്ന ആഷ്ടാനുവർത്തികളും അടിമകളുമായി നമ്മൾ മാറിപ്പോകും. അത്രമേൽ നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ മുഴുവൻ വർഷാന്തമോ 2 വർഷത്തിലോ 3 വർഷത്തിലോ സഹിക്കേണ്ട അവർ, ഹൈദുൻ നിഫാസിന്റെയും പ്രസവത്തിന്റെയും മറ്റ് രക്തത്തിന്റെയും വിഷമം സഹിക്കേണ്ട അവർ, നമ്മളെപ്പോലെ ഉടുത്തുരുങ്ങിയാ പോരാ, വളരെയധികം അച്ചടക്കത്തിൽ ഉടുത്തുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ശരീരപ്രകൃതിയിൽ പടച്ചിട്ടുള്ള അവർ, ബനിയനും കുപ്പായവും അഴിച്ചിട്ടിട്ടൊന്ന് ഓടാനോ കുട്ടി എവിടെയെങ്കിലും വീണാൽ ആ കുട്ടിയെ വാരിയെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ശരീരവേഷത്തിൽ അങ്ങ് ആടാനോ ചാടാനോ പറ്റാത്ത പരുവത്തിൽ നിന്ന് പടച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ. അപ്പെണ്ണുങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോ അല്ലാഹു തആല നാട്ടിൽ മുഴുവൻ തണ്ടി നടന്നിട്ട് പള്ളിയിലെത്തിയാൽ കിട്ടുന്ന കൂലി അവരുടെ വീടിന്റെ അകത്തളത്തിൽ വീതം വെച്ച് നൽകുമ്പോ നമ്മൾക്കെന്തിന് അസൂയ? അതവർക്ക് ഞാൻ നൽകുന്നതല്ലേ പറയുന്നത്, അള്ളാന്റെ റസൂലല്ലേ വിവരിക്കുന്നത്. അള്ളാന്റെ റസൂല് വിവരിച്ച ഈ പുണ്യം പെണ്ണുങ്ങൾക്ക് കിട്ടിയൂടാ. നമ്മളെ വായിൽ അവരും അധ്വാനിക്കണം. അധ്വാനിച്ച് മേടിച്ചട്ടെ പുണ്യോന്നാങ്ങൾ മുട്ടിച്ചുരുട്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കിയിട്ട് വരുന്നേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതല്ലേ വാസ്തവത്തിലൂടെ നടക്കുന്നത്? സത്യം അതാണല്ലോ. ആര് പറഞ്ഞു അള്ളാന്റെ റസൂല് വീട്ടിൽ കൂലി കൊടുക്കും അവർക്ക് എന്ന് പറഞ്ഞൂന്ന്? ഇത് ഞാനും നിങ്ങളും പറയുന്നതല്ല, അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചതും നബിയുടെ മാതൃകയുമാണ്. പെണ്ണുപള്ളിയിൽ പോയില്ലേ, ആറ്റിക്ക പോയില്ലേ, വഴിയെ ചർച്ച ചെയ്യാൻ. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ റസൂലുള്ളാന്റെ ഭാര്യമാരില്ലേ, അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ അവിടത്തെ പെൺമക്കളില്ലേ, ഫാത്തിമ ബീവിയില്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യ റുഖയ്യ ഉണ്ടായിരുന്നില്ലേ, മറ്റനേകം അള്ളാന്റെ റസൂലിന്റെ പരിചാരകരും വേലക്കാരികളും പെണ്ണുങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ലേ, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരെ കാണാനും പഠിക്കാനും വന്നവരുണ്ടായിരുന്നില്ലേ? അതൊക്കെ എല്ലാവരും പറയുന്നത് ഇമാമുന ശാഫിഈ വളരെ വിശദമായി ചർച്ച പര്യവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് വഖദ് കാന മഅ റസൂലില്ലാഹി നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി, അള്ളാന്റെ റസൂലിന്റെ വീടലിൽ നിന്നും അവിടത്തെ പെൺമക്കളിൽ നിന്നും
വാസുവാതിഹി അവിടുത്തെ ഇണകളിൽ നിന്നും മൗലയാത്തിഹി അവിടുത്തെ അടിമ സ്ത്രീകളിൽ നിന്നും അവിടുന്ന് ഇത്തിക്കതൊല്ലി മോചിപ്പിച്ചവരും അല്ലാത്തവരുമായ അടിമ സ്ത്രീകളിൽ നിന്നും വഹദമിഹി അവിടുത്തെ പരിവാരങ്ങളിൽ ബാലക്കാരുമായ പെണ്ണുങ്ങൾ പരിചാരികകളായ പെണ്ണുങ്ങൾ വഹദമി അഹലി ബൈത്തിഹി അവിടുത്തെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കുമുള്ള വേലക്കാരികൾ ഇവരൊക്കെ അള്ളാന്റെ റസൂലിനോടുകൂടെ മദീനത്തെ പള്ളിയുടെ ഓരത്തുള്ള റൂമുകളിൽ താമസിച്ചിരുന്നു. ഹജ്ജിന് പോയി മദീനത്തെ പള്ളിയിൽ അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്ത് കണ്ടിട്ടുള്ള ആർക്കും അറിയാം എവിടെയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരും മക്കളും താമസിച്ച മുറിയെന്ന്. ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും പാർത്താറായെന്ന്. അള്ളാഹു ആ ഭവനവും അവിടെ വിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്തും ജീവിതത്തിലൊരിക്കലെങ്കിലും സന്ദർശിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ അതിനു മുമ്പ് അള്ളാഹു തുണച്ചവർക്ക് വീണ്ടും വീണ്ടും അതിനനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ആ ഹദ്റത്തിൽ ഒരിക്കൽ പോയിട്ടുള്ളവർക്കറിയാം എത്ര അടുത്താണിതെന്ന്. അവിടെ നിറഞ്ഞു നിന്നിരുന്ന പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമുണ്ടായിട്ട് ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅക്ക് സന്നിഹിതയാകാൻ വേണ്ടിയിട്ട് ഇവരിൽ ഒരൊറ്റ പെണ്ണും അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഞാൻ അറിയൂല. ഞാൻ താബിഈങ്ങളെ കണ്ടിട്ടുണ്ട്, താബിഈങ്ങളെ നിരവധി കണ്ടിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ദീൻ പഠിച്ചിട്ടുണ്ട്, തങ്ങളുടെ ചര്യ പഠിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ചര്യ കണ്ടവരെ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ടും ഞാൻ ഇത്തരം ഒരു പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ജുമുഅക്ക് ഹാജരായിട്ടുള്ള ഒരു പെണ്ണും അറിയൂല. ജുമുഅത്ത് വാജിബത്തുൻ അലൽ റിജാൽ ബിഅക്സറ മിൻ വുജൂബിൽ ജമാഅ. ജമാഅത്ത് അനിവാര്യമാണെന്ന് പറയുന്നതിലേറെ ജുമുഅ നിർബന്ധമല്ലയോ പുരുഷന്മാർക്ക്? എത്രയോ മടങ്ങ് നിർബന്ധമാണ്. ഒരു ജുമുഅ ഒഴിച്ചവന് എത്ര കുറ്റമുണ്ട്? ഒരു 3 ജുമുഅ ഒഴിച്ചവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമുണ്ടെന്നൊക്കെ ഹദീസിലില്ലേ? ആ ജുമുഅക്ക് പോലും റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ വീടരോ കുടുംബങ്ങളോ വീട്ടിൽ നിന്നൊന്ന് കാലെടുത്ത് വെച്ചിട്ടില്ല എന്നാ പറയുന്നത്. പോന്നിട്ടില്ല, പുറപ്പെട്ട് റോട്ടിൽ പോയിട്ടില്ല, കാറിൽ പോയിട്ടില്ല, വാപ്പളന്റെ കൈ പിടിച്ച് പോയിട്ടില്ല എന്നല്ല. അള്ളാന്റെ റസൂലിന്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്കൊന്ന് കാലെടുത്ത് വെച്ചത് ഞാനറിയൂല. വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ, ജുമുഅ അല്ലാത്ത മറ്റു ജമാഅത്തുകൾക്ക് പോയതും അറിയില്ല. വലാ ഫീ ലൈലിൻ ഔ നഹാർ, രാത്രിയിലോ പകലോ പോയിട്ടില്ല. രാത്രിയിലെ യാമത്തില് ഇന്നത്തെ ട്യൂബ് ലൈറ്റില്ല, വെളിച്ചല്ല, ഇതൊന്നുമില്ലാത്ത പള്ളിയിലൊന്ന് കാലെടുത്ത് വെച്ചിരുന്നു. അവിടെ ആരും ചിക്കാനും പോവില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞാൽ മതി, എന്റെ ഭാര്യമാര് നിൽക്കുന്ന വീടാണ്, പാകാണ്, റൗദിയിലെങ്കിലും നിങ്ങൾ ആരും കടക്കരുത് എന്ന് തങ്ങളൊന്ന് പറഞ്ഞാൽ ഒരാളും അവർക്ക് അടുക്കൂല. എന്നിട്ടും തങ്ങളതിന് സംവിധാനം ഒരുക്കിയിട്ട് ലൈലിലും പോയിട്ടില്ല, പകലിലും പോയിട്ടില്ല. വലാ ഇലാ മസ്ജിദി ഖുബാ, ഖുബാ പള്ളിയിലേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭാര്യമാരൊരിക്കലെങ്കിലും പോയിട്ടില്ല. നമ്മൾ ഹാജിമാരെത്ര പണം മുടക്കിയിട്ട് മദീനത്ത് പോയി സന്ദർശിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഖുബാ പള്ളി? അല്ലാഹുവിന്റെ റസൂല് തന്നെ ഫഖദ് കാന നബിയ്യു യഅതീഹി റാകിബൻ വമാശിയ, അല്ലാഹുവിന്റെ റസൂല് എല്ലാ ശനിയാഴ്ച തോറും വാരാന്തം നടന്നിട്ടാണെങ്കിൽ നടന്നും, വാഹനം കിട്ടിയാൽ വാഹനപ്പുറത്തേറിയും അല്ലാഹുവിന്റെ റസൂല് ഖുബാ പള്ളി സന്ദർശിക്കാൻ പോയിരുന്നു. അന്നൊന്നും ആയിഷ ബീവിനെ കൂടെ കൊണ്ടുപോയിട്ടില്ല, ഫാത്തിമ ബീവിനെ കൂടെ കൊണ്ടുപോയിട്ടില്ല, ഹഫ്സ ബീവിനെ കൂടെ കൊണ്ടുപോയിട്ടില്ല, വീട്ടിലെ പരിചാരകമാരെ പോലും കൊണ്ടുപോയില്ല. വലാ ഇലാ ഗൈരിഹി മിനൽ മസ്ജിദി, ഒരു പള്ളിയിലേക്കും കൊണ്ടുപോയില്ല. വമാ അശുക്കു, ഞാൻ സംശയിക്കുന്നില്ല നിശ്ചയം, അന്നകുന്ന കുന്ന അലൽ ഖൈരി ബിമകാനിഹിന്ന മിർ റസൂലില്ലാഹി അഹ്വസ, അല്ലാഹു തആലാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പദവിയും സ്ഥാനവും വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടുന്ന ഒരു ഖൈറിനോട് ഇത്ര പ്രതിപത്തിയും ആർത്തിയും ഉണ്ടായിരുന്നവർ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട മഹദി ആയിഷാക്കോ ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹുമക്കോ ഖൈറായത് റസൂലുള്ള വിവരിച്ചു കൊടുക്കാൻ എത്രമാത്രം കിട്ടിയാൽ അള്ളാന്റെ റസൂലിൽ നിന്ന് കിട്ടുന്ന ഖൈറിനും തങ്ങൾ വിവരിച്ചു കൊടുത്ത ദീനിന്റെ ഖൈറിനും ഇത്ര ആർത്തിയുള്ള ഒരു കൂട്ടരെ ഞാൻ അറിയൂല. എത്രയായിരുന്നു അവർ? വബിഹി അഅലമ മിൻ ഗൈരിഹിന്ന, ഖൈറായതും ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതും എന്താണ് എന്ന് ഏറ്റവും അറിയുന്നവരും അവരല്ലാത്ത പെണ്ണുങ്ങളെക്കാൾ ഇവരാണല്ലോ. അവരെ പോലൊരു സ്ഥാനത്തൊരാളും അറിവുള്ളവരുമില്ല, ആഗ്രഹമുള്ളവരുമില്ല. അവരോ ചിന്തിച്ചില്ല. റസൂലോ വഅന്നൻ നബിയ്യ ലം യകുൽ യദഅ, അള്ളാന്റെ റസൂല് ഒഴിച്ചിട്ടു എന്നും ഞാൻ സംശയിക്കൂല. ഒഴിച്ചിട്ടു അയ്യൗമുറഹുന്ന, അവരോട് കൽപ്പിക്കാൻ, ബിമാ യജിബു അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതയാകുന്നതാണ് ജുമുഅയെങ്കിൽ അതുകൊണ്ട്, വഅലൈഹി, തങ്ങളുടെ മേലുള്ളത് കൽപ്പിക്കാൻ ബാധ്യതയാണെങ്കിൽ അതുകൊണ്ട്, ഫീഹിന്ന, അവരുടെ കാര്യത്തിൽ
വമാലഹുന്ന ഫീഹി മിനൽ ഖൈർ, എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ആ പോകുന്നതിനുണ്ടെങ്കിൽ ആ ഗുണമുള്ളതുകൊണ്ടും അള്ളാന്റെ റസൂൽ അവരോട് കൽപ്പിക്കുന്നത് ഒഴിച്ചിട്ടു എന്നും ഞാൻ സംശയിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്യില്ല. വുജൂബില്ലെങ്കിൽ പോട്ടെ, ഗുണമുണ്ടോ പള്ളി പോക്കെങ്കിൽ അതെങ്കിലും തങ്ങൾ അവരോട് നിർദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ ഖൈറായ ഒരു കാര്യം തന്റെ ഭാര്യമാർക്കും പെൺമക്കൾക്കും അള്ളാന്റെ റസൂല് തടഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും സംശയിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തൂല. നമ്മളെ മുജാഹിദ് പറയും അതെന്തോ വൈറത്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ പ്രത്യേക തരം കൊണ്ട് പോയില്ല എന്നാണ്. അതിലേറെ ഖൈറുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറയുമായിരുന്നു. കമാമറഹുന്നബി സ്വതക്കാത്ത്, മുതൽ സ്വതക്ക അള്ളാന്റെ റസൂലോട് കൽപ്പിച്ചില്ലേ? വമറാജുബാദഹൂബിൽ ഹിജാബ്, ഹിജാബ് കൊണ്ട് അള്ളാന്റെ റസൂല് നിർബന്ധമായതുകൊണ്ടും അല്ലാത്തതുകൊണ്ടും കൽപ്പിച്ചില്ലേ? ഹിജാബിന്റെ ആയത്തെ നമുക്ക് പറയണോ? ഹിജാബ് കൊണ്ട് അള്ളാന്റെ റസൂല് സുന്നത്തായതും വാജിബായതും കൽപ്പിച്ചില്ലേ? وما علمت أحدا من سلف المسلمين أمر أحدا من نسائه بإتيان جمعة ولا جماعة من ليل ولا نهار. രാത്രിയിലോ പകലിലോ സലഫുൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട സലഫികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ, സലഫികളുടെ ചിന്തയിലേക്ക് ആളുകളെ നയിക്കുന്നവരെ, എന്നഹങ്കരിക്കുന്നവരെ, അവകാശവാദം ഉന്നയിക്കുന്നവരെ, മുസ്ലിമീങ്ങളെ സലഫിൽപ്പെട്ട താബിഈങ്ങളിലോ സ്വഹാബാക്കളിലോ പെട്ട ഒരാളെയും ഞാൻ അറിയില്ല അവരുടെ ഭാര്യമാരിൽ നിന്ന് ഒരു പെണ്ണിനെങ്കിലും ജുമുഅക്കോ ജമാഅത്തിനോ രാത്രിയോ പകലോ വരാൻ കൽപ്പിച്ചതായിട്ട്. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ അമറൂഹുന്ന ബിഹി, വല്ല പുണ്യവും അവർക്കതിലുണ്ടെങ്കിൽ ഇവരൊക്കെ കൽപ്പിക്കേണ്ടിയിരുന്നില്ലേ? വഅദിനൂ ലഹുന്ന ഇലൈഹി, അവർ സമ്മതം കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ലേ? സമ്മതം കൊടുത്തിട്ടുമില്ല എന്നല്ലേ ഇതിന്റെ ധ്വനി? സമ്മതം കൊടുത്തിട്ടുമില്ല, അവർ പ്രേരിപ്പിച്ച് കൽപ്പിച്ചിട്ടുമില്ല. ഇவ்விധമാണ് സലഫുൽ മുസ്ലിമീന്റെ മാർഗം. ബൽ ഖദ് റുവിയ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹു അലം, അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് കൽപ്പിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നഹു ഖാൽ സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ ഖൈറും മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ വസലാത്തുഹാ ഫീ ഹുജ്റതിഹാ ഖൈറും മിൻ സ്വലാത്തിഹാ ഫിൽ മസ്ജിദി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് ഇമാം ശാഫിഈ ഉദ്ധരിക്കുന്നു. ഒരു പെണ്ണ് തന്റെ അറയിൽ നിസ്കരിക്കുന്നതാണ് തന്റെ വീട്ടിന്റെ പൊതു അറയിൽ നിസ്കരിക്കുന്നതിലേറെ ഏറ്റവും മുന്തിയത്. തന്റെ വീട്ടിലെ പൊതു അറയിൽ നിസ്കരിക്കുന്നതാണ് പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്നതിലേറെ, മദീനത്തെ പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്നതിലേറെ ഏറ്റവും നല്ലതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ സലഫിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ആര് പറയുന്നു? ഇമാം ശാഫിഈ റളിയല്ലാഹു ഈ ഹദീസ് തർജ്ജമ നടത്തിയിട്ട് വിശദീകരിച്ച് തന്റെ ഇഖ്തിലാഫ് ഹദീസ് എന്ന ഗ്രന്ഥം 175 പേജിലാണ് ഇത് സമാപിക്കുന്നത്. ഈ ചർച്ച പഠിപ്പിച്ച ഇമാം ശാഫിഈ തങ്ങൾ ഈ ഹദീസ് കണ്ടില്ലെന്ന് പറയാമോ? ശാഫിഈ മദ്ഹബിലെ അസ്ഹാബും ഇമാം നവവി റളിയല്ലാഹു അൻഹു എങ്കിലും ഈ ഹദീസ് കണ്ടില്ലെന്ന് പറയാമോ? സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഇമാം നവവി, സ്വഹീഹ് മുസ്ലിം ഒന്ന് വായിക്കാൻ പഠിക്കണമെങ്കിൽ ഇമാം നവവിയുടെ വ്യാഖ്യാനം കാണാതെ പറ്റില്ല. ഇന്ന് മൂക്ക് റിപ്പോർട്ടുള്ള ഒരു മനുഷ്യനും ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം എഴുതിപ്പോ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കണ്ടില്ലെന്ന് പറയാമോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്സലാനി റളിയല്ലാഹു അൻഹു, ഖസ്സലാനി തുടങ്ങിയവർ വ്യാഖ്യാനം എഴുതിയ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഈ ഹദീസ് വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയേക്കാൾ പുണ്യം അവരുടെ വീട്ടിലുള്ള നിസ്കാരമാണെന്നതിന് പകരം വീട്ടിലുള്ളതിനേക്കാൾ പുണ്യം പള്ളിയാണ്, മദീനത്തെ പള്ളിയാണ്, മസ്ജിദുൽ ഹറാമാണെന്നെങ്കിലും പറഞ്ഞത് കാണിക്കാമോ, തെളിയിക്കാമോ? ഇല്ല. അള്ളാന്റെ റസൂലിനെ തൊട്ട് എല്ലാവരും നിവേദനം ചെയ്ത ഇതാണ്. ഇതേ ഹദീസിനെ കുറിച്ച് ഹനഫി മദ്ഹബുകാരിൽപ്പെട്ട ഏറ്റവും ചിന്തകനും ബഹുമാനപ്പെട്ട ഇൽമിന്റെ കേദാരവുമായിരുന്ന, ഇന്ത്യക്കാർക്ക് വിസ്മരിക്കാൻ പറ്റാത്ത പണ്ഡിതനായിരുന്ന, ബ്രിട്ടീഷിന്റെ കാലത്തും അനുസ്മരിക്കപ്പെട്ടിരുന്ന പണ്ഡിതനായിരുന്ന ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ, മഹാനായ ഇമാം ഷാഹ് വലിയുല്ലാഹി തങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് സ്വന്തം പെണ്ണുങ്ങളെയും വീട്ടിലുള്ള പെണ്ണുങ്ങളെയും ഗുണം കാക്ഷിക്കുന്ന മുസ്ലിം സഹോദരിമാരെയും പുരുഷന് തടയാം. എങ്ങനെ തടയാം? അവർ ഫിത്നയിൽ പെടരുത്, അവർക്ക് നാശമുണ്ടാകരുത്, അവരെ കൊണ്ട് നാശമുണ്ടാകരുത്, അവർക്ക് ഗുണം ദീനിന്റെ പേരിൽ എന്ന് വിചാരിച്ചിട്ട് തടയുന്നെങ്കിൽ ആ തടയൽ തടയേണ്ടതാണ്. നേരെ മറിച്ച് വിദ്വേഷത്താലോ അവർക്കെന്തെങ്കിലും പോകുന്നതിൽ കിട്ടുന്നതിന്റെ പേരിലോ
വെറും ദേഷ്യം വെച്ചിട്ടോ കുഴപ്പമുണ്ടാക്കാനോ തടയുകയാണെങ്കിൽ, അവരെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് തടയുകയാണെങ്കിൽ അങ്ങനെ തടയരുതെന്നാണ് നബിയുടെ വാക്കിന്റെ മൊഴിയുടെ അർത്ഥം എന്ന് പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ തന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ വൈറത്തു വൈറത്താൻ വൈറത്തുൻ യുഹിബ്ബുഹ അല്ലാഹു വറസൂലുഹു. പെണ്ണിനെ സംബന്ധിച്ചൊരു പുരുഷനുണ്ടാകുന്ന ദേഷ്യവികാരവും എന്റെ പെണ്ണ് എന്ന ചിന്തയാൽ ഒരു പുരുഷനുണ്ടാകുന്ന പ്രത്യേക വികാരവും രണ്ടാൻ. ഒന്ന് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നതാണ്, മറ്റൊന്ന് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടാത്തതാണ്. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന വൈറത്താണ് ഫിത്തനയിൽ എന്റെ പെണ്ണ് പെടരുത്, ഫിത്തനയ്ക്കെന്റെ പെണ്ണ് കാരണമാകരുത്, ഏതെങ്കിലും വിധത്തിൽ പാടല്ലാത്ത ഏതെങ്കിലും ഗുണകരമല്ലാത്ത ഒരു ലെവലെങ്കിലും എന്റെ പെണ്ണിൽ വരുമെങ്കിൽ നന്നച്ചുരുങ്ങിയത് താണകൂട്ടം വസ്ത്രത്തിന് പകരം കല്യാണത്തിന് പോകുമ്പെടുക്കുന്ന വസ്ത്രമെങ്കിലും അണിയും എന്ന ഹറാമെങ്കിലും വന്നാൽ, എന്റെ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മുന്തിയതരം വസ്ത്രം എത്ര മറച്ചാലും വേണ്ടില്ല, അതെടുത്തുകൊണ്ട് പെണ്ണ് പോകല് ഹറാമാണ്. തബഹുറുജാൻ, ആ തബഹുറുജിന്റെ രൂപമെങ്കിലും ഒരു പെണ്ണിൽ നിന്ന് വരും എന്ന് കാക്ഷിച്ചാൽ എന്റെ കുടുംബമോ എന്റെ അയൽപ്പക്കക്കാരോ എന്റെ വീടരോ എന്റെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആരുമോ ഞാൻ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരാരുമോ പോകരുത് എന്ന് കരുതിയിട്ട് ഞമ്മളെ പള്ളിക്കൊക്കെ ചുറ്റുമുറിച്ചു തന്ന പെണ്ണുങ്ങൾക്ക് ആഖിറത്തിൽ ഒരു തടസ്സവും അതിന്റെ പേരിൽ വരരുതേ എന്ന് കരുതിയിട്ട് ഒരു മുസ്ലിയാർക്കോ ഭർത്താവിനോ കുടുംബനായകനോ തടയാം. അങ്ങനെ തടയുന്നത് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന വൈറത്തിന്റെ ഭാഗമാണെന്ന് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ ഇദസ്തഗ്ദനത് ഇംറഅതു അഹദികുമുൽ മസ്ജിദ ഇലൽ മസ്ജിദി ഫലാ യംനഉഹാ എന്ന ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് വായിക്കാം. തന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കുണ്ടാകുന്ന വൈറത്ത് അതാണ്. ആ വൈറത്തിന്റെ പേരിൽ തടയുന്നവരുണ്ടെങ്കിൽ തടയാം, അതനുവദനീയമാണ്. തടയണം എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം. തടയേണ്ടിയും വരും. തടയുന്നത് ഹറാമാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ ഹദീസൊക്കെ കണ്ടിട്ട് അതിനെ ഒന്നുകിൽ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വേണം തടയാൻ.